മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, മന്ത്രി റിയാസിന്റെ തട്ടകത്തിൽ വെച്ച് BJP ഒരു ഒന്നൊന്നര പണിയാണല്ലോ അങ്ങ് വെച്ചു കൊടുത്തിട്ടുള്ളത്. പകരത്തിന് പകരം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും. പകരത്തിന് പകരമായിട്ട് ഒരു 100 പടി ഉയരത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന കമ്മികളുടെ മണ്ടക്കടിച്ച് BJPയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തില് BJP അങ്ങ് ഈ രംഗത്തെത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ രാവിലെ മുതല് മന്ത്രി റിയാസ് മോങ്ങി നടക്കുക. കാരണം മറ്റൊന്നുമല്ല, നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടന വേദിയിലേക്ക് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ എന്നെ ക്ഷണിച്ചല്ലോ എന്ന് പറഞ്ഞാണ് മന്ത്രി റിയാസ് മോങ്ങി നടക്കുന്നത്. ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാഷണൽ ഹൈവേ നിർമ്മാണമൊക്കെയായി ബന്ധപ്പെട്ട് 25% തുക കേരള സർക്കാർ കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ ഓരോ ബോധമുള്ള മലയാളിയും ചിന്തിക്കേണ്ടതാ. 25% എങ്ങാനെ കൊടുക്കുന്നുള്ളൂ, അതും പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല. ഇനി കൊടുത്ത തുകക്കനുസരിച്ച് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ മരുമകനെ വിളിക്കാത്തത് കൊണ്ട് ഞാനില്ല എന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഏതായാലും മോങ്ങി നടന്ന മന്ത്രി റിയാസ് അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ അല്പത്തരവുമായിട്ട് പിന്നീട് പൊന്തിയത് രാമനാട്ടുകര നാഷണൽ ഹൈവേയിലാണ്. റോഡ് ഷോ ഒക്കെ നടത്തി ഇത് സമാന്തര ഉദ്ഘാടനമാണ്, ഇത് കേട്ടിലോലെ ചാടി വീണ് കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും സകല കമ്മികളും പുളകീതരായിട്ട് ചാടി വീണിട്ട് വലിയ ആവേശത്തില് മന്ത്രി റിയാസിനൊക്കെ കൈയടിച്ച് സകലരും ആവേശ പുളകിതരായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കോഴിക്കോട് BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ രംഗത്തെത്തിയിട്ട് ഒരു ഒന്നൊന്നര പണി റിയാസിന്റെ തട്ടകത്തിൽ വെച്ചങ്ങ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ഹെൽത്ത് ലാബിന്റെ സമാന്തര ഉദ്ഘാടനം പ്രകാശ് ബാബു കോഴിക്കോട്ട് അങ്ങ് നടത്തി. ആ ഒരു ഉദ്ഘാടനത്തില് മലയാളികൾ മറ്റൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞു. അതായത് കേന്ദ്ര സർക്കാരിന്റെ 2,17,40,000 രൂപ മുടക്കിയിട്ട് കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ട് ഫണ്ട് ചിലവഴിക്കുന്ന ഹെൽത്ത് ലാബിന്റെ ഉദ്ഘാടനം അതിലൊരു കേന്ദ്രമന്ത്രിയെ പോലും വിളിക്കുന്നില്ല. അതിലൊരു BJPയുടെ രാജ്യസഭാ MP പോലും അതിഥിയായിട്ട് പോലും വിളിക്കുന്നില്ല. അതെന്ത് നെറുകേടാണ്? ഞങ്ങൾ ഇവിടെ സമാന്തര ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പ്രകാശ് ബാബു അങ്ങ് പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ കമ്മികൾ അങ്ങ് പെട്ടുപോയി. വീണ ജോർജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം BJP അതങ്ങ് ഉദ്ഘാടനം ചെയ്ത് മലയാളികളോട് അന്തസ്സോടുകൂടി വിളിച്ചു പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇതിന്റെ ആകെ ചെലവായിട്ടുള്ള 2,17,40,000 രൂപയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ്. ഒരു നയാ പൈസ പോലും പിണറായി വിജയന്റെ ഗവൺമെന്റിന്റേതില്ല, ആരോഗ്യ വകുപ്പിന്റേതില്ല. കേരളത്തിന്റെ ഇതിന്റെ ഉള്ളിലുള്ള ഒരു അടിസ്ഥാന സൗകര്യത്തിന് ഒരു ബെഞ്ചും ഡെസ്കും ഉണ്ടാക്കാൻ 1 രൂപ പോലും പിണറായിയുടെ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഇവിടെയാണ് നിങ്ങൾ കാണേണ്ടത് 68,000 കോടി രൂപയുടെ ദേശീയപാത നിർമ്മാണത്തിൽ 23,000 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കാനുള്ളതിന്റെ 25% 5,750 കോടി രൂപ ഞങ്ങൾ കൊടുക്കുമെന്നും പറഞ്ഞ് 5,000 കോടി രൂപ മാത്രം കൊടുത്ത് ആ കേന്ദ്ര പദ്ധതിയെ അട്ടിമറിക്കുന്ന തരത്തിൽ സമാന്തര ഉദ്ഘാടനം നടത്തിയിട്ടുള്ള മുഹമ്മദ് റിയാസിനോടാണ് പറയുന്നത്, അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി കൊടുത്ത 2,17,40,000 രൂപയും നരേന്ദ്രമോദി ഗവൺമെന്റിന്റേതാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾ 100% ഉത്തരവാദിത്തത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്തത് കേരളത്തിന്റെ അപഹാസ്യപരമായിട്ടുള്ള നിലപാടാണ്. കാരണം കേവലം സ്ഥലമേറ്റെടുക്കാനുള്ള 23,000 കോടിയിൽ 5,750 കോടി 25% ഞങ്ങൾ തരുമെന്ന് പറഞ്ഞ് 5,000 കോടിയും കൊടുത്ത് ജനങ്ങളെ കബളിപ്പിച്ചിട്ടുള്ള നിങ്ങൾക്കെതിരെയുള്ള താക്കീതാണ്. സമാന്തര ഉദ്ഘാടനം മുഹമ്മദ് റിയാസിന്റെ കുത്തകയല്ല, സമാന്തര ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിലിന്റെ കുത്തകയല്ല, സമാന്തര ഉദ്ഘാടനം തോട്ടത്തിൽ രവീന്ദ്രന്റെയും കുത്തകയല്ല. ആൺകുട്ടികൾ സമാന്തര ഉദ്ഘാടനം ചെയ്യാൻ അറിയാവുന്ന ആൺകുട്ടികൾ കേരളത്തിലുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ സമാന്തര ഉദ്ഘാടനമാണ് BJP ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു അങ്ങ് നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ റിയാസിന്റെ അല്പത്തരം കൊണ്ട് എന്തുമാതിരി വലിയ നഷ്ടമാണിപ്പോ
കമ്മികൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്? കേരള സർക്കാർ തന്റെ പോക്കറ്റിലാക്കാൻ വെച്ചിരുന്ന ഹെൽത്ത് ലാബ് അത് പൂർണ്ണമായിട്ടും നരേന്ദ്രമോദി സർക്കാരാണ് പണം ചിലവഴിച്ചത്. 2,17,40,000 രൂപ അത് നരേന്ദ്രമോദി സർക്കാരാണ് ചിലവഴിച്ചത്. ആ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് എന്തേ ഒരു കേന്ദ്രമന്ത്രിയെ കേരള സർക്കാർ വിളിക്കാത്തത്? എന്തേ ഒരു രാജ്യസഭാ MP യെ, BJPയുടെ രാജ്യസഭാ MP യെ വിളിക്കാത്തത്? ഇവർക്ക് എന്ത് മാന്യതയാണ്? ഈ കമ്മികൾക്ക് എന്തെങ്കിലും മാന്യതയുണ്ടോ? ഇവരാണോ അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത്? ഏതായാലും മന്ത്രി റിയാസിന്റെ അല്പത്തരം കാരണം, റോഡ് ഷോ നടത്തി അല്പത്തരം കാണിച്ചത്, ഇതിന് പകരം ചോദിക്കാൻ BJPയിൽ ആൺകുട്ടികളുണ്ട് എന്നുള്ളത് മലയാളികളൊന്നടക്കം തിരിച്ചറിഞ്ഞില്ലേ? അവർ രംഗത്തെത്തി കൃത്യമായിട്ട് റിയാസിന്റെ തട്ടകത്തിൽ വെച്ച്. അല്ലെങ്കിലും ഇന്ന് മന്ത്രി വീണ ജോർജ് വന്ന് 4 ഷോ ഒക്കെ ഇട്ട് 4 റീലിട്ട് ഇതൊക്കെ പോക്കറ്റിൽ വെക്കാമായിരുന്നു. അതാണ് മന്ത്രി റിയാസിന്റെ അല്പത്തരം കാരണം പൊളിഞ്ഞങ്ങ് വീണത്. ഇനി ഏതായാലും അടുത്ത തവണയും നരേന്ദ്രമോദി വരും. അടുത്ത തവണയും നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനങ്ങൾ ഉണ്ടാവും. ആ സമയത്തും റിയാസ് ഇനിയും ഈ ജാതി അല്പത്തരമൊക്കെ ആയിട്ട് വന്നാൽ BJP ഇതുപോലെ കൃത്യമായിട്ട് പണികൾ തന്നിരിക്കും. ഇത് ഒരു കാര്യം ഇവിടെയുള്ള കമ്മികള്, മന്ത്രി റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനോട് കളിക്കുന്നത് പോലെ നിങ്ങൾ BJPയോട് കളിച്ചാൽ അവരതങ്ങ് വിട്ടുതരില്ല. പ്രത്യേകിച്ച് സകല മലയാളികളും തിരിച്ചറിയണം, ഇവിടെ കോൺഗ്രസിന് ഇവിടെ എന്തെങ്കിലും റോളുണ്ടോ? ഇവിടുത്തെ ഔദ്യോഗിക പ്രതിപക്ഷവും ഭരണപക്ഷവും കൂട്ടുകച്ചവടാ നിരന്തരം നടക്കുന്നത്. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രി വരുന്നു, 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ നമ്മുടെ നാടിന് സമർപ്പിക്കുന്നു. ഈ കോൺഗ്രസ് ഇവിടെ എന്താ ചെയ്യുന്നത്? കോൺഗ്രസ് ചെയ്യുന്നത് സകല ജിഹാദികളെ ഇങ്ങനെ സുഖിപ്പിച്ച് അവരെ വാലാട്ടി അവർക്കൊപ്പം ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോവാ, ഇപ്രാവശ്യത്തെ ഭരണം പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ കൂട്ടുകെട്ടാണ്. പകരം നിൽക്കാൻ BJPക്ക് ഇന്ന് കേരളത്തിൽ സാധിക്കും. കമ്മികളോട് മുട്ടാനൊന്നും ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ കൊണ്ടാവില്ല. അവരെ സൈഡിൽ കൂടിയ പ്രീണനൊക്കെ നടത്തി അധികാരത്തിൽ വരാനാണ്. യഥാർത്ഥത്തിൽ നാടിന് വേണ്ടി നിലകൊള്ളുന്നത് ആരാണോ അവർക്കൊപ്പമല്ലേ മലയാളികൾ നിലകൊള്ളേണ്ടത്? ഏതായാലും റിയാസിന്റെ അല്പത്തരം കാരണം കമ്മികൾക്ക് തന്നെ ഒന്നൊന്നര പണിയാണ് കോഴിക്കോട് BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു അങ്ങ് കൊടുത്തിട്ടുള്ളത്. ഇത്തരം ലീഡേഴ്സ് ശക്തമായിട്ട് കമ്മികൾക്കെതിരേക്ക് അങ്ങ് രംഗത്ത് വന്നാൽ കേരളത്തിൽ അധികം വൈകാതെ BJP ഭരിക്കുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.